ഹലോ. ഡിഗ്രി കഴിഞ്ഞാൽ ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകളൊക്കെ ഏതൊക്കെയാണെന്നാണ് ഞാൻ ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഡിഗ്രി കഴിഞ്ഞാൽ അഥവാ BA, BSc, BCom എന്നീ ഡിഗ്രികൾ എടുത്തു കഴിഞ്ഞാലുണ്ടാകുന്ന പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാമാണ് അവർക്ക് ലഭ്യമാകുന്ന സാധ്യതകൾ എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. പ്രധാനമായിട്ടും ഞാനിവിടെ പരാമർശിക്കുന്നത് സർക്കാർ തലത്തിലുള്ള ജോലി സാധ്യതകൾ മാത്രമാണ്. ഡിഗ്രി കഴിഞ്ഞാൽ പ്രൈവറ്റ് മേഖലയിൽ ധാരാളം സാധ്യതകൾ വിദ്യാർത്ഥികൾക്കുണ്ട്, ഒരുപാട് ഓപ്പൺ ചാൻസുകളുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ സർക്കാർ മേഖലയിലുള്ള പ്രധാനപ്പെട്ട സാധ്യതകൾ ഏതൊക്കെയാണെന്നാണ് ഞാനിവിടെ പരാമർശിക്കുന്നത്. അതിലാദ്യത്തേത് UPSC അഥവാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ആ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSC നടത്തുന്ന പരീക്ഷയിൽ നിന്ന് വിജയിച്ച് അതിലേറ്റവും പ്രധാനപ്പെട്ടത് UPSC അഥവാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന IAS, IPS, IFS എന്നീ മേഖലയിലേക്ക് വിദ്യാർത്ഥികൾക്ക് പോകാൻ സാധിക്കുന്നത് ഡിഗ്രി നിർബന്ധമാണ്. ഈ മൂന്ന് പ്രധാനപ്പെട്ട മേഖലയിലേക്ക് പോകണമെങ്കിലും ഡിഗ്രി നിർബന്ധമാണ്. BA, BSc, BCom നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS ഇന്ത്യൻ പോലീസ് സർവീസ്, IFS ഇന്ത്യൻ ഫോറിൻ സർവീസ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ടോപ്പ് മോസ്റ്റ് ജോലികളിൽ പെട്ട മൂന്ന് പ്രധാനപ്പെട്ട മേഖലയാണ് IAS, IPS, IFS. ഈ മൂന്ന് മേഖലയ്ക്കും മൂന്ന് പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ കഴിയാനുണ്ട്. അതിലൊന്നാമത്തേത് പ്രിലിമിനറി എക്സാം, രണ്ടാമത്തേത് മെയിൻ എക്സാം, മൂന്നാമത്തേത് ഇൻ്റർവ്യൂ. ഈ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞാൽ മാത്രമാണ് IAS, IPS, IFS എന്നീ മേഖലയിലേക്ക് എത്താൻ സാധിക്കുക. രണ്ടാമത്തേതാണ് KPSC അഥവാ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. സർക്കാർ തലത്തിൽ പ്രധാനമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കീഴിലുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൽകുന്ന, നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വിങ്ങാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനായ UPSC, മറ്റൊന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷനായിട്ടുള്ള KPSC. ധാരാളം തൊഴിലുകൾ, പ്രത്യേകിച്ച് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ധാരാളം തൊഴിലുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. PSC നടത്തുന്ന പരീക്ഷയിലേക്ക് അപേക്ഷ നൽകി അതിൽ വൺ ടൈം രജിസ്ട്രേഷൻ OTR രജിസ്ട്രേഷൻ ഓൺലൈനായി നടത്തി ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ധാരാളം കോഴ്സുകൾക്ക്, തൊഴിലുകൾക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു മേഖലയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSC. മൂന്നാമത്തേത് SSC ആണ് അഥവാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മുഖാന്തരവും നിരവധി ആളുകൾക്ക് സർക്കാർ തൊഴിൽ നൽകുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം പരീക്ഷ എഴുതി വിജയിക്കുന്ന ആളുകൾക്കാണ് സർക്കാർ ഈ മേഖലയിലൂടെ തൊഴിൽ നൽകുന്നത്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ, ഓഡിറ്റർ, അക്കൗണ്ടൻറ്റ്, സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ മുതിർന്ന തൊഴിൽ മേഖലകൾ നമുക്ക് ഈ SSC അഥവാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മുഖാന്തരം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മറ്റൊരു മേഖലയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ. ബാങ്കിങ് മേഖലയിലേക്ക് സർക്കാർ തലത്തിൽ തന്നെ താല്പര്യമുള്ള പൊതുമേഖലാ ബാങ്കുകളിൽ തൊഴിലെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ധാരാളം സാധ്യതകളുള്ളൊരു മേഖലയാണ് IBPS. പ്രത്യേകിച്ചും ബാങ്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റായിട്ടുള്ള പ്രൊബേഷണറി ഓഫീസർ എന്ന പോസ്റ്റ്, അതിന് നിർബന്ധമായിട്ടും ഡിഗ്രി പാസ്സാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്കിലെ പ്രധാനപ്പെട്ട ഉയർന്ന തലത്തിലുള്ള ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കൊക്കെ ഡിഗ്രി പാസ്സായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്ന് പറയുന്ന IBPS പരീക്ഷ നടത്തുന്ന പരീക്ഷയിലൂടെയാണ് ഇത്തരത്തിലുള്ള ജോലിയിലേക്ക് സെലക്ഷൻ ലഭിക്കുന്നത്. ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളിലേക്കുള്ള നിയമനത്തിനായി മത്സര പരീക്ഷകൾ നടത്തുന്ന ഒരു സ്വതന്ത്ര റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ് IBPS അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ. മറ്റൊന്ന് ഇന്ത്യൻ റെയിൽവേ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന
ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലാണ് ഇന്ത്യൻ റെയിൽവേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം തൊഴിലവസരങ്ങൾ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഓരോ വർഷവും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഇന്ത്യൻ റെയിൽവേ. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ഇന്ത്യൻ റെയിൽവേയിലേക്കുള്ള സെലക്ഷന് വേണ്ടിയിട്ടുള്ള പരീക്ഷകൾ നടത്തുന്നത്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന പരീക്ഷ പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇന്ത്യൻ റെയിൽവേയിൽ അവസരമുണ്ടാകുക. ഏതായാലും ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ധാരാളം സാധ്യതകൾ റെയിൽവേ മേഖലയിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊന്ന് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്. ഈ 3 പ്രധാനപ്പെട്ട തൊഴിലുകൾക്കും നിർബന്ധമായിട്ടും ഡിഗ്രി പാസ്സാവേണ്ടതുണ്ട്. BA, BSc, BCom കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് പരീക്ഷ പാസ്സായാൽ അവർക്ക് ഇന്ത്യൻ ആർമിയിൽ സെലക്ഷൻ ലഭിക്കുന്നതാണ്. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് പരീക്ഷ പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ ആർമിയിലും ഇന്ത്യൻ നേവിയിലേക്കും പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ CDS എക്സാം നിർബന്ധമായിട്ടും പാസ്സാവേണ്ടതുണ്ട്. ഡിഗ്രിക്ക് ശേഷം CDS എക്സാം നിർബന്ധമായിട്ടും പാസ്സാവേണ്ടതുണ്ട്. അഥവാ ഇന്ത്യൻ എയർഫോഴ്സ് മേഖലയിലേക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് നിർബന്ധമായിട്ടും പാസ്സായ ആളുകൾക്ക് മാത്രമാണ് ഇന്ത്യൻ എയർഫോഴ്സ് മേഖലയിലേക്ക് ജോലി ലഭിക്കുക. ഫ്ലൈയിങ് ബ്രാഞ്ച്, ഗ്രൗണ്ട് ഡ്യൂട്ടി എന്നീ മേഖലയിലേക്കൊക്കെ നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ തൊഴിലുകൾ ലഭ്യമാകുന്നതാണ്. ഏതായാലും ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ധാരാളം അവസരങ്ങൾ, പ്രത്യേകിച്ചും സർക്കാർ മേഖലയിൽ തന്നെ ധാരാളം അവസരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. UPSC, KPSC, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, ബാങ്കിങ് സെക്ടർ, റെയിൽവേ മേഖലകൾ, ആർമി, നേവി, എയർഫോഴ്സ് മേഖലകളിലൊക്കെ രാജ്യത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ സാധിക്കുന്ന നിരവധി തൊഴിലുകളിലേക്ക് നിർബന്ധമായിട്ടും ഡിഗ്രി പാസ്സാവേണ്ടതുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിഭാസം, പല കുട്ടികളും ഡിഗ്രിക്ക് പോവാതെ മറ്റു പല കോഴ്സുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള സ്കോപ്പ് വളരെ വലുതാണ്. ഒരുപാട് സാധ്യതകൾ ഇന്ത്യ രാജ്യത്തും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലും നിരവധി തൊഴിൽ സാധ്യതകൾ, ജോലി സാധ്യതകളുള്ള ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത്. ആയതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ധാരാളം സാധ്യതകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റെയിൽവേ മേഖലയിലാവട്ടെ, സർക്കാർ മേഖലയിൽ പ്രത്യേകിച്ചും പബ്ലിക് സർവീസ് കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ തുടങ്ങിയ എല്ലാ മേഖലയിലും ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ധാരാളം തുറന്ന സാധ്യതകൾ ഉണ്ട്. ആയതുകൊണ്ട് ഡിഗ്രി എടുക്കാൻ ഒരു വിദ്യാർത്ഥിയും വിമുഖത കാണിക്കേണ്ടതില്ല, താല്പര്യക്കുറവ് കാണിക്കേണ്ടതില്ല. വളരെ താല്പര്യത്തോടു കൂടി എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ് ഡിഗ്രി. BA ബാച്ചലർ ഓഫ് ആർട്സ്, BSc ബാച്ചലർ ഓഫ് സയൻസ് ആൻഡ് BCom ബാച്ചലർ ഓഫ് കൊമേഴ്സ് എന്നീ പ്രധാനപ്പെട്ട ആർട്സ്, സയൻസ് അതോടൊപ്പം തന്നെ കൊമേഴ്സ് മേഖലയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക്, +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക്, ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ഡിഗ്രി കോഴ്സിന് നിർബന്ധമായിട്ടും പോകാവുന്നതാണ്. ഒരുപാട് സാധ്യതകൾ നിറഞ്ഞൊരു മേഖലയാണ് BA, BSc, BCom കോഴ്സുകൾ. ഓക്കെ, താങ്ക് യു.